ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ മൂവി 2025 തമിഴിൽ റിലീസായ DNA എന്ന മൂവിയാണ്. ഈ സിനിമയിൽ ആനന്ദായി അഭിനയിക്കുന്നത് അഥർവയും ദിവ്യയെ അഭിനയിക്കുന്നത് നിമിഷ സജനുമാണ്. ആനന്ദും ദിവ്യയും പ്രശ്നങ്ങൾ നിറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. ആനന്ദ് ഒരു ആൽക്കഹോളിക് ആയിരുന്നു. തിരിച്ചു വന്ന ജീവിതത്തിലൂടെ നല്ലൊരു ആരംഭം വേണമെന്ന് കുടുംബം ആഗ്രഹിക്കുന്നു. ദിവ്യയെ പലരും മാനസിക പ്രശ്നമുള്ളവളെന്ന് തെറ്റായി കരുതുന്നു. അവളൊരു ഹൈപ്പർ ആക്റ്റീവ് പെൺകുട്ടിയാണ്. തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും വിവാഹത്തിന് ശേഷം ആനന്ദും ദിവ്യയും സന്തോഷത്തോടെ കുടുംബജീവിതം ആരംഭിക്കുന്നു. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ദിവ്യ പ്രഗ്നന്റ് ആകുന്നു. ദിവ്യ ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നു. കുഞ്ഞിനെ ഉടൻ തന്നെ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദിവ്യ ഞെട്ടിപ്പോകുന്നു. ഇത് തൻ്റെ കുഞ്ഞല്ലെന്ന് ദിവ്യയ്ക്ക് മനസ്സിലാകുന്നു. ആദ്യം ആരും ദിവ്യയുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. ആശുപത്രി ജീവനക്കാർ കുഞ്ഞിൻ്റെ ടാഗ്, ഡോക്യുമെന്റുകൾ, CCTV ദൃശ്യം എല്ലാം കാണിക്കുന്നു. ഡോക്ടർമാർ പറയുന്നത് ദിവ്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടാകാം എന്നാണ്. ആനന്ദും കുറച്ച് സംശയത്തിലാണ്. പക്ഷേ ദിവ്യ ഉറച്ചു പറയുന്നു പ്രസവത്തിന് ശേഷം താൻ കണ്ട കുഞ്ഞ് ഇതല്ല എന്ന്. ആനന്ദ് അവസാനമായി ദിവ്യയെ വിശ്വസിക്കാൻ തീരുമാനിക്കുന്നു. ഒരു സ്വകാര്യ ലാബിലൂടെ DNA പരിശോധിക്കാൻ അയക്കുന്നു. ഷോക്കിംഗ് ആയ റിസൾട്ടാണ് വന്നത്. കുഞ്ഞ് ആനന്ദിൻ്റെയും ദിവ്യയുടെയും അല്ല എന്ന്. ആനന്ദ് കേസ് ഫയൽ ചെയ്യുന്നു. പക്ഷെ കോടതി സ്വകാര്യ ലാബിൻ്റെ ഫലം അംഗീകരിച്ചില്ല. അതിനാൽ സർക്കാർ ലാബിൽ വീണ്ടും DNA ടെസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിടുന്നു. അതുവരെ ആ കുഞ്ഞിനെ തിരിച്ചു നൽകാതെ സംരക്ഷിക്കാൻ കുടുംബത്തെ നിർദ്ദേശിക്കുന്നു. ദിവ്യ ദുഃഖത്തോടെയാണ് മറ്റൊരു കുഞ്ഞിനെ വളർത്തുന്നത്. പക്ഷേ അവരുടെ സ്വന്തം കുഞ്ഞ് എവിടെയാണ് എന്നത് മനസ്സിനകത്ത് പൊള്ളലായി കിടക്കുന്നു. ആനന്ദൊടുവിൽ പോലീസുകാരനായ ബാലാജിയെ കാണുന്നു. അദ്ദേഹം റിട്ടയർഡ് ആകാൻ പോകുന്ന ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണ്. ബാലാജിക്കും തൻ്റെ കുഞ്ഞിനെ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ട അനുഭവമുണ്ട്. അതിനാൽ ആനന്ദിൻ്റെ വേദന അദ്ദേഹം മനസ്സിലാകുന്നു. അദ്ദേഹം ആനന്ദിനൊപ്പം അന്വേഷണം ആരംഭിക്കുന്നു. ആശുപത്രിയിൽ നിന്നൊരു വലിയൊരു സത്യം പുറത്തു വരുന്നു. 1700-ലധികം കുഞ്ഞുങ്ങൾ ആ ആശുപത്രിയിൽ നിന്ന് കാണാതായിട്ടുണ്ടെന്ന്, എസ്പെഷ്യലി ആൺകുഞ്ഞുങ്ങളെ ചിലപ്പോൾ നരബലിക്കായി കൊണ്ടുപോകുന്നു എന്നൊരാൾ പറയുന്നത് കേട്ട് ആനന്ദ് തകർന്നു പോകുന്നു. അവൻ്റെ കുഞ്ഞ് ആൺകുട്ടിയായിരുന്നു. ഒരു ഓട്ടോ ഡ്രൈവർ പറയുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ബാലാജിയും ആനന്ദും ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവർക്ക് അവരെ കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു. കുട്ടികളെ അവിടെയാണ് ഒളിപ്പിച്ചിരുന്നത്. ഇത് തീർച്ചയായും ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.